അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 96. ഒരുപാട് കരഞ്ഞല്ലേ എൻ്റെ കുഞ്ഞ്? അല്പനേരത്തിന് ശേഷം അഗ്നി ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് മീനു അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ സഹിച്ചില്ല ദേവേട്ടാ. അവളുടെ സ്വരമിടറി. ഏയ്, ഇനി കരയരുത് കുഞ്ഞ, അവൻ ശാസനയോടെ പറഞ്ഞു. ജ്വാല കണ്ണു നിറച്ച് തലയാട്ടി. അവൾക്ക് അത്ര ആയുസുണ്ടാവൂ, അങ്ങനെ കരുതാ നമുക്ക്. ഇനി അതോർത്ത് കരയല്ലേ, നിനക്ക് വയ്യാതാവും കുഞ്ഞാ. ഇപ്പൊ തന്നെ നിന്റെ മുഖം നോക്ക്, ആകെ വാടിപ്പോയി, കണ്ണൊക്കെ കുഴിഞ്ഞു പോയേക്കുന്നു. അവൻ അവളുടെ പൂച്ച കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് ഞാൻ കരഞ്ഞതുകൊണ്ട് ദേവേട്ടാ, ഇനി കരയില്ല. അവള് പെട്ടെന്ന് അവളുടെ മുഖം കൈകൊണ്ട് അമർത്തി തുടച്ചു. അഗ്നി അവളെ സ്നേഹത്തോടെ നോക്കി. ദേവേട്ടന് ബുദ്ധിമുട്ടായോ ഞാൻ ഈ നേരത്തെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട്? ജ്വാല അഗ്നിയോട് ചോദിച്ചു. അവൻ മറുപടി പറയാതെ അവളെ കൂർപ്പിച്ചു നോക്കി. അവൾ അവന്റെ ഷർട്ടിൽ വിരൽ വെച്ച് കറക്കി. എനിക്കറിയാ ബുദ്ധിമുട്ടായി കാണുന്നു, പക്ഷേ എനിക്ക് ദേവേട്ടനെ അപ്പൊ കാണണമെന്ന് അത്ര ആഗ്രഹം തോന്നിയിട്ടാ, ഇങ്ങനെ ചേർന്നിരിക്കാൻ കൊതി തോന്നിയിട്ടാ, അവൾ ആർദ്രമായി പറഞ്ഞു. അഗ്നി അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവന്റെ ചുണ്ട് അതുപോലെ തന്നെ കൂർത്തിരിക്കുന്നുണ്ട്. എന്താ ദേവേട്ട ചുണ്ടിങ്ങനെ വെച്ചേക്കുന്നേ? അവൾ അവന്റെ ചുണ്ടിൽ പതിയെ ഒരു തട്ട് കൊടുത്തു. ഒന്നുമില്ല, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ നെറ്റി ചുളിഞ്ഞു. എന്താ ദേവേട്ട പെട്ടെന്നൊരു ഗൗരവം? ഓഫീസിലെ തിരക്കിലായിരുന്നോ? അപ്പൊ ഞാൻ വിളിച്ചത് ശരിക്കും ബുദ്ധിമുട്ടായില്ലേ? അവളുടെ ചുണ്ട് പിളർന്നു. പിന്നെ പിന്നെ നല്ല ബുദ്ധിമുട്ടായി, അവനും പറഞ്ഞു. ജ്വാലയുടെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം നിറഞ്ഞു. ബുദ്ധിമുട്ടായെങ്കിൽ സഹിച്ചോ, അല്ല പിന്നെ ഞാൻ കരുതി കുഴപ്പമില്ലാന്ന് പറയൂന്ന്. അവള് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലടിച്ചു. അഗ്നി പൊട്ടിച്ചിരിച്ചുപോയി. അല്ല പിന്നെ, അവളുടെ ഓരോ ചോദ്യം നിനക്ക് അറിഞ്ഞൂടെ നിന്നെനിക്ക് എന്തുമാത്രം ഇഷ്ടാന്ന്? എന്നെ തന്നെ വിളിച്ച് നീ ഇങ്ങനെ കരഞ്ഞാ പിന്നെ ഞാൻ എന്ത് സമാധാനത്തിൽ അവിടെ ഇരിക്കൂടി? അവൻ കണ്ണുരുട്ടി. ജ്വാല അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. അയ്യടി, എന്താ പൊന്നുമോളുടെ ചിരി? മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു എന്നോ? അമ്മയെ വിളിച്ചു നോക്കി കാര്യം അന്വേഷിക്കാനുള്ള ക്ഷമ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെ നിന്നൊന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു. അത്രയും സ്പീഡിലാ ഇങ്ങോട്ട് പോന്നേ. വരുന്ന വഴി വല്ല ആക്സിഡന്റും എനിക്ക് സംഭവിച്ചിരുന്നെങ്കിലോ? അഗ്നി അവളെ നോക്കി കളിയോടെ പറഞ്ഞു. പക്ഷേ ആ ചോദ്യത്തിൽ ജ്വാല പകച്ചുപോയി. കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അഗ്നി അമ്പരന്നു. അയ്യോ കുഞ്ഞ, കരയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാടാ. അവൻ പെട്ടെന്ന് അവളെ അവനിലേക്ക് അമർത്തിപ്പിടിച്ചു. സോറി, ഞാൻ ഓർത്തില്ല. ദേവേട്ടനെ കാണണമെന്ന് മാത്രമേ ഓർത്തുള്ളൂ ആ സമയം. ഇനി ഇനി ഞാൻ ഇങ്ങനെ വിളിക്കില്ല കേട്ടോ, അവള് വിഷമത്തോടെ പറഞ്ഞു. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കില്ല എൻ്റെ പൂച്ചക്കുട്ടി നീ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സത്യത്തിൽ നിന്റെ കോള് വരുമ്പോ എനിക്ക് എന്ത് സന്തോഷാണെന്ന് അപ്പോ, അവൻ പ്രണയത്തോടെ പറഞ്ഞു. ആണോ? ജ്വാലയുടെ മുഖം വിടർന്നു. അതേലോ, എനിക്കപ്പോ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ തോന്നും. അവന്റെ സ്വരം ആർദ്രമായി. എന്നിട്ട് എന്താ അപ്പ വരാത്തെ? അവളുടെ സ്വരവും താഴ്ന്നുപോയി. അഗ്നി പുഞ്ചിരിച്ചു. അങ്ങനെ എപ്പോഴും വന്നാലേ നിന്റെ അച്ഛയില്ലേ, ദി ഗ്രേറ്റ് ദേവ്മോഹൻ, അങ്ങേരെന്നോട് സ്ഥിരമായിട്ട് വീട്ടിലിരുന്നോളാൻ പറയും. അതുകൊണ്ട് അടങ്ങിയിരിക്കില്ലേ ഞാൻ? അഗ്നി അവളുടെ മൂക്കുത്തിയിൽ തട്ടിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞപ്പോൾ ജ്വാലയ്ക്കും ചിരി വന്നു പോയി. പോ ദേവേട്ടാ, അച്ഛ അങ്ങനൊന്നും പറയില്ല. ഉവ്വ്, അങ്ങേര് നീ കരുതും പോലും നല്ലടി, കലിപ്പനാ. അഗ്നി കണ്ണിറുക്കി. കലിപ്പന അച്ഛയല്ല, ദേവേട്ടനാ. അവൾ അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചു. ഔ, ഈ പെണ്ണത് ഫുള്ള് പറിച്ചെടുക്കുന്നു തോന്നുന്നു. ഞാൻ എപ്പോഴാടി നിന്നോട് കലിപ്പ് കാണിച്ചിട്ടുള്ളേ? അഗ്നി അവന്റെ താടിയിൽ നിന്നും അവളുടെ കൈ പിടിച്ചു മാറ്റി അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നോടില്ല, പക്ഷെ എനിക്ക് അറിയാ, തറവാട്ടിൽ നിന്ന് ഞാൻ കണ്ടതല്ലേ. അവൾ പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഓഹോ, അത്. അവൻ കുറുമ്പോടെ ചിരിച്ചു. ആ, അത് തന്നെ, അവളും കുറുമ്പോടെ പറഞ്ഞു. അഗ്നി അവളുടെ നെറ്റിയിലേക്ക് അവന്റെ നെറ്റി ചേർത്ത് വെച്ചു. ദേവേട്ട, അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവനെ വിളിച്ചു. എന്താടാ? അത് നമുക്കിന്ന് വ്യാസേട്ടന്റെ വീട്ടിൽ പോയാലോ? അവള് ചോദിച്ചതും അഗ്നി അവളിൽ നിന്നും അകന്നു മാറി അവളെ സംശയത്തോടെ നോക്കി. അതെന്തിനാ? വ്യാസനെ നീ ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ, അവൻ സംശയത്തോടെ ചോദിച്ചു. അതെ, പക്ഷേ എനിക്ക് കാണാൻ തോന്നുന്നു ദേവേട്ടാ വ്യാസേട്ടനെ. എന്നെ കൊണ്ടുപോവോ? അവള് പ്രതീക്ഷയോടെ അവനെ നോക്കി. അഗ്നി അവന്റെ താടിയിൽ ഗൗരവത്തോടൊന്ന് തടവി. ജ്വാല അവൻ എന്തു പറയുമെന്നറിയാൻ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് ഗൗരവത്തിലായിരുന്ന അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഓക്കെ, പോയേക്കാ, പോയി റെഡിയാവ്. സത്യം? ജ്വാല കണ്ണു വിടർത്തി. അതേടി കുറുമ്പി, എന്റെ കുഞ്ഞിനൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാനത് സാധിച്ചു തരാതിരിക്കോ? അവൻ അവളുടെ കവിളിൽ പതിയെ കുത്തിപ്പിടിച്ചു. അവളുടെ ചുണ്ടൊന്ന് കൂർത്തു വന്നതും അവൻ പെട്ടെന്ന് അവിടെ അമർത്തി ഉമ്മ വെച്ചു. ഇഷ്ടം കൊണ്ടല്ലേ? പെണ്ണ് കൂർത്തു നോക്കിയതും അവൻ നിഷ്കളങ്കനായി. ഉവ്വ്, പോടുന്ന്. ജ്വാല ചിരിച്ചുപോയി. അഗ്നി ആ ചിരി നോക്കിയിരുന്നു. എന്നാ നമുക്ക് ഇന്ന് അവിടെ താമസിച്ചാലോ?
അവള് പെട്ടെന്ന് ചോദിച്ചു. അഗ്നിക്ക് സന്തോഷമാണ് തോന്നിയത്. വ്യാസിന്റെ സങ്കടം മനസ്സിലായതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. നിക്കാലോ, നീ പോയി റെഡി ആയിക്കോ. ഞാൻ നമുക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തു വെക്കാപ്പോഴേക്കും. എന്നിട്ട് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാം. അവൻ കണ്ണു ചിമ്മി. ജ്വാല അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവന്റെ കയ്യിൽ സന്തോഷത്തോടെ മുറുകെ പിടിച്ചു. പോയി ഡ്രസ്സൊക്കെ മാറിക്കോട്ടോ. അവൻ പറഞ്ഞതും അവള് തലയാട്ടി അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അതെ, ഞാനിട്ട് തരണോ ഡ്രസ്സ്? ജ്വാല വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുക്കുന്നത് കണ്ട് അഗ്നി കള്ളച്ചിരിയോടെ അവളോട് ചോദിച്ചു. ഏ? അവൾ അവന് നേരെ തിരിഞ്ഞു നിന്ന് അവനെ മിഴിച്ചു നോക്കി. എന്തേ? ഞാൻ ഡ്രസ്സ് ഇട്ട് തന്നാ പറ്റില്ലേ? ഇങ്ങോട്ട് വാ, ഞാനിട്ട് തരാന്നേ. അവൻ അവളുടെ കണ്ണു മിഴിച്ചുള്ള നോട്ടം കണ്ട് പൊട്ടിവന്ന് ചിരിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാൻ ചെയ്തോളാം. ജ്വാല വിക്കിക്കൊണ്ട് പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. അതെ, എനിക്ക് ബുദ്ധിമുട്ടാവുന്ന് കരുതിയിട്ടാണോ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാട്ടോ, ഞാൻ മാറ്റിത്തരാടി. അഗ്നി അവൾക്കടുത്തേക്ക് എഴുന്നേറ്റ് വന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് അവളെ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവളുടെ മാറിടം അവന്റെ ശരീരത്തിൽ അമർന്നു. ജ്വാല അവനെ വിറയലോടെ നോക്കി. ദേ വേണ്ടാട്ടോ, ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. പതർച്ച മറച്ചു വെച്ച് വീറോടെ അവൾ അവനോട് പറഞ്ഞു. അഗ്നി മറുപടിയായി ഒന്ന് ചിരിച്ചതേയുള്ളൂ. ഏയ്, അമ്മയോട് പറയണ്ട. അമ്മ ഡ്രസ്സ് മാറ്റിത്തരുന്നത് മോശല്ലേ? ഞാൻ മാറ്റിത്തരാന്നേ, എനിക്കൊരു കുഴപ്പമില്ല. കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ടീഷർട്ട് മുകളിലേക്ക് ഉയർത്താൻ നോക്കി. ജ്വാല പെട്ടെന്ന് അവനെ തള്ളിമാറ്റി നീങ്ങി നിന്നു. എന്താടി പെണ്ണെ? അഗ്നിക്ക് അപ്പോഴും ചിരിയാണ്. ദേ, വൃത്തികേട് കാണിച്ചാലുണ്ടല്ലോ ശരിയാക്കും ഞാൻ. അവൾ അവനെ കൂർത്തു നോക്കി. ഇതിലെന്ത് വൃത്തികേട്? നിനക്ക് വേണമെങ്കിൽ എന്റെ ഡ്രസ്സ് നീ മാറ്റി തന്നോ. ഞാൻ എന്തായാലും നീ പറയുന്ന പോലെ വൃത്തികേടെന്നൊന്നും പറയില്ല. അടങ്ങി നിന്നങ്ങോട്ട് തരും. അഗ്നി കണ്ണിറുക്കി പറയുന്നതോടൊപ്പം സ്വയം കീഴ്ചുണ്ടിൽ പല്ലൊന്നാഴ്ത്തി. ജ്വാല വായും പൊളിച്ച് അവനെ നോക്കി. ചീ, പോടുന്ന്. അവൾ തുടുത്ത മുഖത്തോടെ പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി. അത് കണ്ട് അഗ്നി പൊട്ടിച്ചിരിച്ചു. ഈ പെണ്ണ്! അവൻ ചിരിയോടെ ബെഡിൽ വന്നിരുന്നു. എന്റെ കുഞ്ഞാ, എനിക്ക് ജീവിക്കാൻ കൊതി തോന്നുന്നുണ്ട് നിന്റെ ഒപ്പം. എല്ലാ അർത്ഥത്തിലും ഒന്നാവാൻ തോന്നുന്നു. പക്ഷേ എങ്ങനെ എങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കിക്കും ഞാനെല്ലാം? അങ്ങനെ ഒരു ചിന്ത വന്നതും അഗ്നി ഒന്ന് നിശ്വസിച്ചു പോയി. പതിയെ ഒന്ന് ചിരിച്ചു. എല്ലാം ശരിയാവും, അവൻ സ്വയം പറഞ്ഞു. ജ്വാല ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും അവൻ ബാഗിൽ അവർക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് താഴേക്ക് പോയിരുന്നു. ജ്വാല റെഡിയായി താഴേക്ക് എത്തിയപ്പോഴേക്കും അഗ്നി ചിത്തിരയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ജ്വാല അവരുടെ മുന്നിലായി വന്നു നിന്നു. ഞാൻ പൊക്കോട്ടെ അമ്മേ, അമ്മയ്ക്ക് സങ്കടാവോ എന്നെ കാണാതെ? അവള് വിഷമത്തോടെ ചിത്തിരയോട് ചോദിച്ചു. അവരൊന്ന് പുഞ്ചിരിച്ചു. വിഷമാവും മുത്തേ, എന്റെ കുട്ടി ഇവിടെ ഇല്ലാതെ ഒരു രസവും ഉണ്ടാവില്ലാന്നേ. പക്ഷേ സാരല്ല കേട്ടോ, ഇന്നൊരു ദിവസത്തേക്കല്ലേ, അമ്മയുടെ മോള് പോയിട്ട് വാ, അവർ വാത്സല്യത്തോടെ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞൊരു വാക്കിൽ മാത്രം ജ്വാലയുടെ മനസ്സ് കുടുങ്ങിക്കിടന്നു. അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. എന്താ വിളിച്ചേ? ഒന്നുകൂടെ വിളിക്കോ അമ്മേ? അവളുടെ സ്വരം ഇടറിപ്പോയി. ചിത്തിര സംശയത്തോടെ അവളെ നോക്കി. അഗ്നിയുടെ മീനുവിന്റെ മുഖത്തും അതേ സംശയമാണ്. എന്ത് വിളിക്കാനാ മോളെ? ചിത്തിരയ്ക്ക് മനസ്സിലായില്ല. ഇപ്പനും മുത്തേന്ന് വിളിച്ചില്ലേ? അങ്ങനെ അങ്ങനെ ഒന്നുകൂടെ വിളിക്കോ? അവളൊന്ന് തേങ്ങിപ്പോയി. ചിത്തിരയ്ക്ക് അവളുടെ പറച്ചിൽ കേട്ട് സങ്കടം തോന്നി. അവർ അഗ്നിയെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളിലും വേദന. ചിത്തിര അവളുടെ കവിളിൽ ഒന്ന് തഴുകി. ജ്വാല അവരെ തന്നെ നോക്കി. അമ്മയുടെ മുത്ത് പോയിട്ട് വാട്ടോ, അവർ വീണ്ടും പറഞ്ഞു. ജ്വാല തേങ്ങിക്കൊണ്ട് പെട്ടെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. അമ്മന്നെ ആദ്യമായിട്ട് അങ്ങനെ വിളിക്കണേ. അവളുടെ വാക്കുകളിൽ സന്തോഷം. ചിത്തിരയുടെ ഉള്ളം നൊന്തുപോയി. അത് നിന്റെ അച്ഛനും അമ്മയും വിളിക്കുന്നതല്ലേ മോളെ? അമ്മ അത് വിളിച്ചാ നിനക്ക് ഇഷ്ടായില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ അമ്മ. ചിത്തിര പറഞ്ഞു വന്നത് പാതിയിൽ നിർത്തി. ജ്വാല പെട്ടെന്ന് അവരിൽ നിന്ന് അകന്നു മാറി അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. നിന്റെ അമ്മയല്ലേ? അവളുടെ സ്വരം നേർത്തുപോയി. അഗ്നി അവളെ സ്നേഹത്തോടെ നോക്കി. ചിത്തിരയുടെ കണ്ണുകളിൽ നിറയുന്ന വാത്സല്യം. മീനു അഗ്നിയും പുഞ്ചിരിച്ചു. അതേലോ, എൻ്റെ മോളുടെ അമ്മ തന്നെയാ. അമ്മ ഇനി അങ്ങനെ വിളിച്ചോളാട്ടോ. എപ്പോഴും വിളിക്കണ്ടാട്ടോ, അമ്മ ജോലാന്ന് വിളിക്കണതാ എനിക്കിഷ്ടം. പക്ഷേ ഇതും നല്ല രസമുണ്ട്, അവൾ ആലോചനയോടെ പറഞ്ഞു. ആണോ? എന്നാ ഈ വിളി ഇടയ്ക്കാക്ക എന്നാലോ? ചിത്രയിൽ കുറുമ്പ്. ആ, അത് മതി. ജ്വാലയ്ക്ക് സന്തോഷമായി. ചിത്തിര ചിരിച്ചു. അച്ചിയോട് അരവേട്ടനോടും പറഞ്ഞില്ലല്ലോ, അവൾ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. കണ്ണൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനി മോൾ അവിടെ ചെന്നിട്ട് വിളിച്ചാ മതി. ചിത്തിര പറഞ്ഞുകൊണ്ട് അവളുമായി പുറത്തേക്ക് നടന്നു. മീനു പെട്ടെന്ന് ജ്വാലയുടെ കയ്യിൽ പിടിച്ചു. അവൾ എന്തായെന്ന പോലെ മീനുവിനെ നോക്കി. എന്നോട് ദേഷ്യമായോ ജ്വാലേട്ടത്തി? മീനു കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. ജ്വാല അവളെ നോക്കി ചിരിച്ചു. ഒരു ദേഷ്യമില്ല, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? വ്യാസേട്ടനെ കാണാലോ. ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. അവള് പറഞ്ഞതും ജ്വാല തലയാട്ടി ചിത്തിരയോട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പുറത്ത് ബുള്ളറ്റിലിരിക്കുന്ന അഗ്നിയെ കണ്ട് അവള് ചിരിച്ചു.
അവൾക്ക് കാറിനേക്കാൾ ഇഷ്ടം ബുള്ളറ്റാണെന്ന് അഗ്നിക്ക് അറിയാമായിരുന്നു. അവൾ അവന്റെ പുറകിലേക്ക് കയറിയിരുന്ന് അഗ്നിയുടെ വയറിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചു. അഗ്നി ചിത്രയോടും മീനുവിനോടും തലയാട്ടി വണ്ടി മുന്നോട്ടെടുത്തു. അഗ്നിയും ജ്വാലയും അരമണിക്കൂറിനുള്ളിൽ തന്നെ വ്യാസിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഒരു ഇരുനില വീടിനു മുന്നിൽ അഗ്നിയുടെ ബുള്ളറ്റ് വന്ന് നിന്നതും ജ്വാല കണ്ണുവിടർത്തി അങ്ങോട്ട് നോക്കി. അഗ്നിയുടെ വീട് പോലെ ആഡംബരം വിളിച്ചോതുന്ന പോലുള്ള വീടല്ല, ഒരു സിമ്പിൾ വീടാണെന്ന് ജ്വാലയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. കൗസ്തുഭത്തിലെ പോലെ മുറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടില്ല. അവൾക്ക് ശരിക്കും ആ വീട് നല്ല ഇഷ്ടമായി. അവള് പതിയെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഹെൽമറ്റ് ഊരിമാറ്റി. എന്താ ഇങ്ങനെ നോക്കുന്നേ കുഞ്ഞാ? അവള് വീട് മൊത്തം വിടർന്ന കണ്ണുകളോടെ നോക്കുന്നത് കണ്ട് അഗ്നി ചോദിച്ചു. ഏയ് ഒന്നുമില്ല ദേവേട്ടാ, നല്ല വീട്. നിക്ക് ശരിക്കും മുറ്റമൊക്കെ ഇങ്ങനെ കിടക്കണതാ ഇഷ്ടം. നല്ല വീടല്ലേ? ജ്വാല അവനോട് ചോദിച്ചു. അതേലോ, ഇവിടെ ഇന്റർലോക്ക് ചെയ്യാനൊന്നും വ്യാസിന്റെ അച്ഛന് ഇഷ്ടല്ല, അതാ. അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുമായി സിറ്റ് ഔട്ടിലേക്ക് കയറി. കോളിംഗ് ബെല്ലടിച്ച് രണ്ടാളും പുറത്തു തന്നെ കാത്തു നിന്നു. ജ്വാലയും വ്യാസിന്റെ അച്ഛനെയും അമ്മയും കാണാൻ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് മുന്നിലായി ഡോർ ഓപ്പണായി. ജ്വാല മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകളിൽ തിളക്കം. എന്റെ ഈശ്വര, ആരൊക്കെയത്? ദേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ, ഇതാരൊക്കെയാ നോക്കിയേ? വ്യാസിന്റെ അമ്മ വനജ സന്തോഷത്തോടെ അഗ്നിയും ജ്വാലയും നോക്കി അകത്തേക്ക് വിളിച്ചു പറഞ്ഞു. ജ്വാല അഗ്നിയെ നോക്കി. അവൻ പെട്ടെന്ന് അവളെ അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അവരെ നോക്കി ചിരിച്ചു. എന്റെ വനജാമ്മേ, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കല്ലേ, അങ്കിള് വന്നോളൂലോ, അവൻ ചിരിയോടെ പറഞ്ഞു. വനജ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ജ്വാലയുടെ കയ്യിൽ പിടിച്ചു. മോൾക്കെന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ റിസപ്ഷനൊക്കെ വന്നിട്ടുണ്ട്, വനജ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. കണ്ടതുപോലെ ഉണ്ട്, നല്ലോണം ഓർക്കുന്നില്ല അമ്മേ, അവൾ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു. പക്ഷേ അവളുടെ അമ്മാന്ന വിളി കേട്ടപ്പോൾ അവരുടെ കണ്ണൊന്ന് കലങ്ങി. അഗ്നി ജ്വാലയിൽ നിന്നും അകന്നു നിന്നു. കുറെയായി നിങ്ങളിങ്ങോട്ട് വിരുന്നിന് വിളിക്കണമെന്ന് ഞാൻ വ്യാസനോട് പറയുന്നു. അവന് തിരക്കാ, ഒഴിവ് പോലെ വിളിച്ച് 2 ദിവസം നിങ്ങൾ ഇവിടെ നിർത്തിയിട്ടേ വിടൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. വനജ ജ്വാലയുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചതേയുള്ളൂ. തുടരും.